രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ധ്വനി എന്ന് പറയുന്നത് ഇത് വെറും ഞാനൊരു സിംബോളിക് ആയിട്ട് കാണിക്കുന്നതാണ്. സ്വാഭാവികമായി ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് വളരെ വളരെ ടീഡിയസ് ഒരു ജോബാണിത്. ഓരോ ഇലക്ഷൻ ഓരോ വോട്ട് നോക്കി ആ അഡ്രസ് ചെക്ക് ചെയ്ത് ചെയ്യണം. അതിന്റെ എല്ലാം ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സോ കോൾഡ് ഹൈഡ്രജൻ ബോംബിന് ഇനിയും സമയമുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഈ അലൻ ഫയൽ എന്ന് പറയുന്നത് കൃത്യമായ ഒരു മണ്ഡലം എടുത്തുകൊണ്ട് ചില സാക്ഷികളെയൊക്കെ ഹാജരാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യം പറയുകയാണ്. പക്ഷെ ഇത് ഒറ്റപ്പെട്ട ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കാണേണ്ടതുണ്ടോ? കാരണം അതിനു മുൻപും കർണാടകയിൽ ഒരു മണ്ഡലം വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടിനെ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ഇപ്പോൾ അലന്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ടതായ സംഭവിച്ചു പോയ ഒരൊറ്റ കാര്യം എന്ന നിലയ്ക്ക് കാണേണ്ടതുണ്ടോ, അതോ യഥാർത്ഥത്തിലുള്ള ഹൈഡ്രജൻ ബോംബ് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മാധു, ഇതില് രാഹുൽ ഗാന്ധി കുറെ നാളുകളായി ഇലക്ഷൻ പ്രക്രിയയിൽ അതിന്റെ അകത്ത് നടക്കുന്ന ക്രമക്കേടുകളെ പറ്റി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആറ്റം ബോംബ് എന്ന ഒരു പേരുപയോഗിച്ചിട്ട് ആദ്യം അദ്ദേഹം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഫാക്ട്സ് ആണ്. ചില മണ്ഡലങ്ങളിൽ ചില ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. അത് ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഇലക്ഷൻ മെഷീനറി, ഒഫീഷ്യൽ മെഷീനറി ഉപയോഗിച്ച് കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ പല കേസുകളും, അതും ഇപ്പം BJPയുടെ മാത്രമല്ല, ഇതിനു മുമ്പ് പല കേസുകളും വളരെ പ്രമുഖർ മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ നിന്ന് അങ്ങനെ അത്തരം ക്രമക്കേടുകളുടെ പരാതിയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് സഹായിച്ചിട്ട് ജയിച്ചു എന്ന് പറയുന്ന ചില കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഈ കർണാടകയിലെ 2 മണ്ഡലത്തിലെ വിഷയം ഇപ്പോൾ വളരെ കൃത്യമായി ഫാക്ട്സ് നിരത്തി. ഏറ്റവും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നിരത്തിയ എല്ലാ ഫാക്റ്റും അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ ഒരു കാര്യവും ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് അവരൊരു കാർഡ് അടിച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. അതിന് യാതൊരു തരത്തിലും BJP ആവട്ടെ, ഭരിക്കുന്ന ഗവൺമെന്റ് ആവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ, അതിന് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അതിന് പകരം പൊളിറ്റിക്കലായിട്ട് നേരിടാനാണ് അവർ ശ്രമിച്ചത്. അതിൽ തന്നെ BJPയിൽ തന്നെ അതിനെതിരെ പല അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്വേഷണമാകാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഉടനെ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞ് അതിനെ ഒരു വലിയ ഇത് കൊടുക്കാതെ നിർത്തേണ്ടതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഒരു ബീറ്റ് അറൗണ്ട് ദ ബുഷ് ആയിട്ട് അതിനെ കൂടുതൽ പെരുപ്പിക്കുകയാണ് ചെയ്തതെന്ന് BJPയിൽ തന്നെ പലർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് BJP ഈ SIR അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ, ഈ SIR എന്ന് പറയുന്നത് ഇത്തരമുള്ള ആരോപണങ്ങൾ ഇലക്ഷൻ കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്തരം ഒരു എക്സസൈസ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു എക്സ്ക്യൂസും കൊണ്ടുവന്നു. പക്ഷെ അതിനൊന്നും there were not many takers. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ബേസ്ലെസ് എന്നായിരുന്നു. അതിനുശേഷം ആണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. ഇതിന് വേണ്ട വിധം ചെറുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ അടുത്തു നിന്നും അവർക്ക് പ്രഷർ ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത്തരം ആരോപണങ്ങൾക്കെതിരെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, അതിനെ അന്വേഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? അഫിഡവിറ്റ് കൊണ്ടുവരിക. ലീഡർ ഓഫ് ഓപ്പോസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പദവി വഹിക്കുന്ന ഒരു നേതാവിനോട് നിങ്ങൾ അഫിഡവിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അന്വേഷിക്കൂ എന്ന്. അപ്പോൾ പഴയ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും കൊണ്ടുവരുന്ന ഇലക്ട്രൽ റോളിന് നിങ്ങൾ ഒരു അഫിഡവിറ്റ് തരുമോ? ആ ഇലക്ട്രൽ റോളിന് ഒരു തെറ്റും ഉണ്ടായിരിക്കില്ല എന്ന് നിങ്ങൾ സത്യവാങ്മൂലം തരുമോ? അത്തരം ഒരു സത്യവാങ്മൂലം തന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ക്രിമിനൽ ചാർജ് ചാർത്താൻ പറ്റുമോ എന്ന് പഴയ ഒരു ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിരുന്നു. അതേപോലെ അത്തരം റിയാക്ഷനുകൾ ഉണ്ടായതുകൊണ്ടാവാം ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ബേസ്ലെസ് ആണെന്ന് പറഞ്ഞെങ്കിൽ തന്നെ വീണ്ടും ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിയാക്ഷനും
BJPയുടെ റിയാക്ഷനും ഇതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാധാരണ പൗരൻ നോക്കുമ്പോൾ അതിനെ ശക്തമായ കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ട് കാണാനായിട്ട് സഹായിച്ചു എന്ന് വേണം പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. അതായത് അതിനെ വേണ്ട വിധം അഡ്രസ് ചെയ്ത് ആ പരാതികളെ ഇത് വളരെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറയേണ്ടതിന് പകരം അത് അവരുടെ റിയാക്ഷൻ വളരെ മോശമായെന്ന് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിയിൽ തന്നെ അഭിപ്രായമുണ്ട്. പിന്നെ മാധു ചോദിച്ചതുപോലെ ഇത് ഒരു ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രമാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ല എന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ധ്വനി എന്ന് പറയുന്നത് ഇത് വെറും ഞാനൊരു സിംബോളിക് ആയിട്ട് കാണിക്കുന്നതാണ്. ഇത്തരം പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, മൈനോറിറ്റി, OBC, ട്രൈബൽ, അങ്ങനെ കുറെ സെക്ഷൻസിനെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത്തരം കൂടുതലുള്ള അതിൽ BJPക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് തോക്കുമെന്ന് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് വളരെ വളരെ ടീഡിയസ് ഒരു ജോബാണിത്. ഓരോ ഇലക്ഷൻ ഓരോ വോട്ട് നോക്കി ആ അഡ്രസ് ചെക്ക് ചെയ്ത് ചെയ്യണം. അതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സോകോൾഡ് ഹൈഡ്രജൻ ബോംബിന് ഇനിയും സമയമുണ്ടെന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് BJPയുടെയും ഗവൺമെന്റിന്റെയും EC ഇലക്ഷൻ കമ്മീഷന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും റിയാക്ഷൻ ഒട്ടും വിശ്വസനീയമായ രീതിയിലല്ലായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെക്കുന്ന വിധം, ഇൻഡയറക്ട്ലി ശരിവെക്കുന്ന വിധമാണ് അവരുടെ റിയാക്ഷൻ ഉണ്ടായത്. വേറൊരു തരത്തിൽ റിയാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ഇത്രയധികം മുന ഉണ്ടാവില്ലായിരുന്നു. ശരി.